വെൽക്കം ടു ഹിന്ദി ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു പുതിയൊരു സർവനാമമാണ് പഠിക്കാൻ പോകുന്നത്. തും, ആപ്പ്. എന്താണ് തുമ്മും ആപ്പും? തുമ്മിൻ്റെ മീനിങ് എന്താണ്? നിങ്ങൾ എന്നാണ്. ആപ്പിൻ്റെയോ താങ്കൾ. നമ്മൾ റെസ്പെക്റ്റോടുകൂടി പറയുമ്പോൾ നമ്മൾ ആപ്പ് ചേർത്തിട്ട് എഴുതാവും. തുമ്മിൻ്റെ മീനിങ് നിങ്ങൾ, ആപ്പ് എന്ന് വെച്ചാൽ താങ്കൾ. ഇത് രണ്ടും സർവനാമ ശബ്ദമാണ്. തുമ്മും ആപ്പും സർവനാമ ശബ്ദമാണ്. തും ചേർത്തിട്ട് ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ ആ സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് നമ്മൾ ഹോ ചേർത്തിട്ട് എഴുതാവും. അത് മറന്നു പോകാൻ പാടില്ല. അതുപോലെ തന്നെ ആപ്പ് ചേർത്തിട്ട് ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ ആ സെൻറ്റൻസിൻ്റെ ലാസ്റ്റിൽ ഹേം ചേർത്തിട്ട് എഴുതാവും. തും വരുമ്പോൾ ഹോ ചേർക്കും, ആപ്പ് വരുമ്പോൾ ഹേം ചേർക്കും. ഒരു സെൻറ്റൻസ് നോക്കിക്കോൾ. നിങ്ങൾ എന്ത് ചെയ്യുമെന്നു അങ്ങനെ പറയും. തും ക്യാ കർത്തേ ഹോ, തും ക്യാ കർത്തേ ഹോ. നിങ്ങൾ എവിടെ പോകുന്നു ഇങ്ങനെ പറയും. തും കഹാം ജാത്തേ ഹോ, തും കഹാം ജാത്തേ ഹോ. തും ബഹുവചന ശബ്ദത്തിലാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ കർത്തേ ജാത്തേ വന്നത്. ആപ്പ് ചേർത്തിട്ട് പറയൂ. താങ്കൾ ആരാണ്? ആപ് കോൻ ഹേ. താങ്കൾ ആരാണ്? ആപ് കോൻ ഹേ. താങ്കൾ എവിടെ പോകുന്നു? ആപ് കഹാം ജാത്തേ ഹേ. ആപ് കഹാം ജാത്തേ ഹേ. ആപ് കഹാം ജാത്തേ ഹേ. ഇനി നിങ്ങൾ പഠിച്ച സർവനാമം നമുക്ക് നോക്കാം. ഏതൊക്കെ സർവനാമങ്ങളാണ് പഠിച്ചതെന്ന് അല്ലേ? മേം പഠിച്ചു അല്ലേ? മേ. പിന്നെന്ത് പഠിച്ചു? വഹ് പഠിച്ചു, യഹ് പഠിച്ചു, പിന്നെ ഏതാണ്? തു. എല്ലാം ഏകവചന ശബ്ദമാണ് അല്ലേ? പിന്നെന്തൊക്കെ പഠിച്ചു? വേ പഠിച്ചു, യേ പഠിച്ചു, ഹം, ആപ്, തും. ഇതെല്ലാം എന്താണ്? സർവനാമ ശബ്ദ പ്രോനൗൺ ആണ്. ഈ സെൻറ്റൻസ് മെയിം ചേർത്തിട്ട്, മെയിം സർവനാമം ഉപയോഗിച്ചൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ ആ സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് നമ്മൾ ഹോം ചേർത്തിട്ട് എഴുതാവും. വഹ് യഹ് തു വന്നു കഴിഞ്ഞാൽ ഹേ ചേർക്കും. എന്താണ് കാരണം? വഹ് യഹ് തു ഏകവചന ശബ്ദമാണ്. വേ യേ ഹം ആപ് ബഹുവചന ശബ്ദമായോട് നമ്മൾ ഹേം ചേർത്തിട്ട് എഴുതും. തും വരുമ്പോൾ ഹോ ചേർത്തിട്ട് എഴുതും. ഇത് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വർത്തമാന കാലത്തിൽ സെൻറ്റൻസ് എഴുതാൻ സാധിക്കുള്ളൂ. ഹേ, ഹൈം, ഹോം, ഹോ. ഇതെങ്ങനെയാണ്? മേ വരുമ്പോൾ ഹോം, വഹ് യഹ് തു വരുമ്പോൾ ഹേ, വേ യേ ഹം ആപ് വരുമ്പോൾ ഹേം, തും വരുമ്പോൾ ഹോ. ഇതെല്ലാം പറയും. ഇതെല്ലാം നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കണം. ഇനി നിങ്ങൾ പഠിച്ചു. ഹേ പഠിച്ചു, ഹൈം പഠിച്ചു, ഹോ പഠിച്ചു, ഹോം പഠിച്ചു. ഇതൊക്കെ അറിയാം നിങ്ങൾക്കല്ലേ? ഇതിൻ്റെ അർത്ഥം എന്താണ്? ആണ്, ആകുന്നു, ആകുന്നു, ഉണ്ട് എന്നൊക്കെ പറയുന്നതിന് അർത്ഥമാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ഈസ്, ആറ് ചേർക്കുന്നതാണ്. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എല്ലാ സർവനാമം ചേർത്തിട്ട് നിങ്ങൾ പഠിച്ച സർവനാമം ചേർത്ത് സെൻറ്റൻസ് എഴുതാൻ പഠിക്കണം കേട്ടോ.